വീടെന്ന് പറയുന്നത് നമ്മൾക്ക് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യൻ വീടിന് വേണ്ടി ആവരുത്. ഈ വീടുകൾ കെട്ടുക എന്ന് പറഞ്ഞാലേ നമ്മൾക്ക് എല്ലാവർക്കും മലയാളികൾക്ക് പ്രത്യേകിച്ച് അത് വലിയ ഡ്രീമാണ്. ഓരോ കുടുംബത്തിൻ്റെയും 10-20 വർഷത്തേക്ക് ആലോചനയ്ക്ക് ശേഷവും പ്ലാനിങ്ങിന് ശേഷമായിരിക്കും ചില ആൾക്കാർക്ക് എളുപ്പം, അല്ലാത്ത ആളുകൾക്ക് 10-20 വർഷത്തെ ആലോചനയ്ക്ക് ശേഷം ഈ ഒരു വീടൊക്കെ കെട്ടി വരും. പക്ഷെ വീട് കെട്ടിക്കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവത്ത് വളരെ ഓവർ വലുതായി, അല്ലെങ്കിൽ ചെറുതായി, അല്ലെങ്കിൽ നമുക്കിത് പറ്റുന്നില്ല, കറക്റ്റ് ആവുന്നില്ല, ഇത് ഓവർ ബാധ്യതയായി, നമുക്ക് പിന്നെ വയസ്സാവും, അങ്ങനെയൊക്കെ എപ്പോഴും ചെറിയ ചെറിയ പോരായ്മകൾ വരും. അപ്പൊ ഈ ചലഞ്ചിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഇതിന്റെ ബേസിക് തംബ്രോൾ എന്ന് പറയുന്നത്, വീടെന്ന് പറയുന്നത് നമ്മൾക്ക് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യൻ വീടിന് വേണ്ടി ആവരുത്. നമ്മളുടെ ജീവിതം സിമ്പിൾ ആക്കാനും സുഖസൗകര്യമാക്കാനും വേണ്ടിയിട്ടായിരിക്കണം വീട്. അതല്ലാതെ വീട് ഒരിക്കലും ഒരാൾക്കും, ഒരു വ്യക്തിക്കും, ഒരു കുടുംബത്തിനൊന്നും സാമ്പത്തികമായിട്ടും പ്രാരാബ്ധമാകാൻ പാടില്ല. അത് വൃത്തിയാക്കാനും ഒന്നും അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാണ്. ദാറ്റ് മീൻസ് അത് ഇത്രയും ക്യൂട്ടായിരിക്കണം, ഇത്രയും ഡീപ്ലി ഡിസൈൻഡ് ആയിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള വീടുകൾ നമ്മൾ കെട്ടുമ്പോൾ അതിന് എങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് വളരെ കുറയുക, എങ്ങനെയാണ് നമ്മൾക്കത് ക്വാളിറ്റി നന്നാക്കുക, എങ്ങനെയാണ് നമ്മളുടെ ഈ വർഷങ്ങളായിട്ട് നമ്മുടെ കാത്തിരിപ്പുള്ള ആ ഡ്രീമിനെ നമ്മൾക്ക് പേപ്പറിലേക്ക് ആക്കി അത് തന്നെ കിട്ടാൻ പറ്റും. മറ്റേ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, തിങ്ക് ചെയ്യുന്ന ഒന്ന് കെട്ടി വരുമ്പോൾ വേറെ നാവലുണ്ട്, ഇഷ്ടം പോലെ പദമുണ്ട്. നമ്മൾ തിങ്ക് ചെയ്യണ ഒന്ന് വാങ്ങുമ്പോൾ വേറെ വീട് വാങ്ങിക്കേണ്ടി വരുന്നത് ആ സിറ്റുവേഷന്റെ സർക്കംസ്റ്റൻസസ് കൊണ്ട്. അല്ലാതെ നമ്മളുടെ ആ ഓരോ കുടുംബത്തിന്റെയും അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള, അവരുടെ ഡ്രീമിനനുസരിച്ചുള്ള വീട് കളവും ചതിയും ഒന്നും ഇല്ലാതെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. ബിക്കോസ് നമുക്കറിയാം, ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പറഞ്ഞാലും 99% പെയിന്റ് വാങ്ങുമ്പോൾ കമ്മീഷൻ, വയർ വാങ്ങുമ്പോൾ കമ്മീഷൻ, ടൈല് വാങ്ങുമ്പോൾ കമ്മീഷൻ, പൈപ്പ് വാങ്ങുമ്പോൾ കമ്മീഷൻ, അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് വരാമെന്നുള്ള വിവിധ സ്റ്റേജ് വൈസ് ആയിട്ടുള്ള വീഡിയോയും ഈ ചാനലിൽ ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ഐദർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിന്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ട് അറൌണ്ട് 10% സേവ് ചെയ്തുകൊണ്ട് നിർമ്മിക്കാം. സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇന്നോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്.